ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ 3 ആഴ്ചകൾക്ക് ശേഷം ലണ്ടനിലേക്ക് തിരിച്ചു പോവുകയാണ്. കുറച്ച് വിഷമമുണ്ട്, അച്ഛനെയും അമ്മയും നന്നായിട്ട് മിസ് ചെയ്യും, അതാണ് കാര്യം. എന്തായാലും ബാഗെല്ലാം വെയിറ്റൊക്കെ നോക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് ഇപ്രാവശ്യവും. സോ വന്നപ്പോഴും ഒറ്റയ്ക്കായിരുന്നു, പോകുമ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് പോണേ. അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. എന്തായാലും ബോർഡിംഗ് പാസ് എല്ലാം പ്രിൻ്റ് എടുത്തു. ഇനി നമുക്ക് എമിഗ്രേഷൻ ചെക്കാണ്. ഇമിഗ്രേഷൻ്റെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അവർ അധികം ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല, എന്തിനാണ് പോണത്, അങ്ങനെ യൂഷ്വൽ കോമൺ ക്വസ്റ്റ്യൻസേ ചോദിച്ചുള്ളൂ. കുറച്ച് നേരം ഇവിടുത്തെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ കൂടെയൊക്കെ ഒന്ന് നടന്നു. അതിനുശേഷം ഞാൻ നേരെ ഗേറ്റിൻ്റെ അവിടേക്ക് പോയി. ബോർഡിംഗ് കോൾ ആയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഫ്ലൈറ്റ് കുറച്ച് നേരം ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ടെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അധികം ഡിലേ ഒന്നുമില്ല. ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് 2 ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആൻഡ് ബിനു തൃക്കാക്കര. വളരെ സ്വീറ്റായിരുന്നു അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം അധികം വൈകാതെ തന്നെ ബോർഡിംഗ് കോൾ വന്നു. നമ്മളിതേ ഫ്ലൈറ്റിൽ കയറി. അടിപൊളി ഫ്ലൈറ്റാണ്. ഞാൻ വരുമ്പോഴും ഖത്തർ എയർവേസ് വഴിയാണ് വന്നത്, പോകുമ്പോഴും അത് തന്നെയാണ് ചൂസ് ചെയ്തത്. എനിക്ക് വളരെ നല്ല അഭിപ്രായം കേട്ടോ, സൂപ്പർ ഫ്ലൈറ്റ്. എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് ദോഹയിലേക്കാണ്. അപ്പോൾ ഒരു 4-4.5 മണിക്കൂറോളം ഉണ്ട് ഈ ഫ്ലൈറ്റ് ജേർണി. എന്തായാലും ഫ്ലൈറ്റിലൊക്കെ കയറി വിൻഡോ സീറ്റ് നോക്കി ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രീ ബുക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മിഡിൽ സീറ്റ് എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഞാൻ വിൻഡോ അല്ലെങ്കിൽ അയിൽ കിട്ടിയാൽ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഞാൻ വിൻഡോ സീറ്റ് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മീൽസും കാര്യങ്ങളൊക്കെ ഞാൻ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേസ് ഫ്ലൈറ്റ് ഇതേ ടേക്ക് ഓഫ് ചെയ്തു. കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വിഷമത്തിലാണ്. കാരണം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് ടൈം ഏറ്റവും ആദ്യം UK പോയ ടൈമിൽ എനിക്ക് ഇത്രയ്ക്കും കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. നമുക്ക് കുറേ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ഇപ്രാവശ്യം എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, പോയേ പറ്റുള്ളൂ. കാരണം എനിക്ക് എൻ്റെ ഗ്രാജുവേഷനും വരുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ്. ഞാൻ അവിടെ UK ഞാൻ ഹാപ്പിയാണ്. പക്ഷെ എന്നാലും നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ചെറിയൊരു വിഷമം, നമ്മുടെ അച്ഛനെയും അമ്മയും കൂടുതലായിട്ട് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും വല്ലാണ്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് ചെറുതായിട്ട്. ബട്ട് എന്നാലും നമ്മൾ ഡിസൈഡ് ചെയ്ത കാര്യങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചില ഇമോഷൻസൊക്കെ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അത് അങ്ങനെയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കാറ്. അപ്പോൾ ഞാൻ തന്നെ ചൂസ് ചെയ്ത തീരുമാനങ്ങളാണിതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഇമോഷൻസിൻ്റെ മുകളിലൊരു കൺട്രോൾ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഫൈൻ. എന്തായാലും ഫ്ലൈറ്റ് ഭയങ്കര രസമാണ് കേട്ടോ. ഈ വിൻഡോ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡേ ടൈം ആണെന്നുണ്ടെങ്കിൽ പുറത്ത് നോക്കുമ്പോൾ നല്ല രസമാണ്. ഈ മേഘങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ശരിക്കും ഒരു വാവ് ഫീല് നമുക്ക് തോന്നില്ലേ. ഇത് നേരിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം രസം തോന്നുമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഇത്രയും ഷൂട്ട് ചെയ്തേ. ഈ മേഘങ്ങൾ ഇങ്ങനെ അടിയിൽ കൂടെയൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. എന്തായാലും അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. എന്നിട്ട് എനിക്ക് കുറച്ച് ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം വായിക്കാം ഇത്ര നേരം, എന്നിട്ട് വേണമെങ്കിൽ ഉറങ്ങുകയൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ വായിക്കാനൊക്കെ ബുക്ക് എടുത്തു. അപ്പോൾ എനിക്ക് കൂടുതൽ ഉറക്കം വന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും അധികം ഒന്നും വായിച്ചില്ല കേട്ടോ. കുറച്ച് നേരം ഒന്ന് വായിച്ചു, എന്നിട്ട് ബുക്ക് അടച്ചു വെച്ചു. ഈ ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു 2-3 കൊല്ലമായി. ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല മര്യാദയ്ക്ക്. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വായിക്കും, അത്രേ ഉള്ളൂ. ഇക്കിഗായി പക്ഷെ നല്ല ബുക്കാണ്. എനിക്കൊരു വൈബ് കിട്ടണം ഏത് ബുക്കായാലും. എനിക്ക് നല്ലൊരു വൈബ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വായിച്ച് തീർക്കും, ഇരുന്ന് വായിക്കും. അതല്ലെങ്കിൽ ഞാൻ വായിക്കില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ വായനയൊക്കെ നിർത്തി പുതച്ച് മൂടി ഇരിക്കുകയാണ്, ബിക്കോസ് തണുക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ഫുഡ് വന്നു. ഫുഡ് കഴിച്ചിട്ടാവാം ഉറക്കമെന്ന് വിചാരിച്ചു. ഞാൻ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെയിൻ മീലാണ് ഞാൻ പ്രീ ബുക്ക് ചെയ്തത്. ഒരു വെറൈറ്റിക്ക് ജെയിൻ ഫുഡ് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്. നല്ല മീൽസായിരുന്നു, അടിപൊളി സാധനങ്ങൾ. ഞാനൊരു ഷോർട്സ് ഇടാം ഡീറ്റെയിൽഡായിട്ട്. വളരെ നന്നായിട്ടൊന്നും ഉറങ്ങിയില്ല, ചെറുതായിട്ടൊന്നും ഉറങ്ങി. എണീറ്റപ്പോഴേക്കും നമ്മളിതേ ദോഹയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഫ്ലൈറ്റ് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി എങ്ങോട്ടാണ്, ഏത് ഗേറ്റിലേക്ക് പോകണം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. എനിവേസ് ഇവിടെ എയർപോർട്ടിൽ നമുക്ക് ഒട്ടും കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ പോലും പലർക്കും പേടി ഉണ്ടാവും, ഒറ്റയ്ക്ക് നമ്മൾ ലോസ്റ്റ് ആവുക അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ക്ലിയർ ആയിട്ട് ഡയറക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസിറ്റ് പോകേണ്ടവർ എങ്ങോട്ടാണ് പോകേണ്ടത്, ബാഗേജ് കളക്ട് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ നല്ല സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് അവരോടൊക്കെ ചോദിക്കാൻ പറ്റും. ഒന്നും കൊണ്ടും വറീഡ് ആവേണ്ട കാര്യമില്ല. ഞാൻ ആദ്യം
ഇങ്ങോട്ട് നാട്ടിലേക്ക് വരണ ടൈമിൽ ഖത്തർ വഴിയാണല്ലോ വന്നത്. അപ്പോൾ എനിക്ക് എയർപോർട്ട് ഭയങ്കരമായിട്ട് കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ചൊക്കെ നടന്ന് കണ്ടു. മെയിനായിട്ട് എന്നെ അട്രാക്റ്റ് ചെയ്തത് ഈ ഒരു ഫോറസ്റ്റ് സെറ്റപ്പ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എന്നും പറഞ്ഞാൽ പോരാ. ഇറ്റ് വാസ് സോ ഗുഡ്. നമ്മളൊരു നാഷണൽ പാർക്കിലൊക്കെ പോണ പോലെ ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയ ടൈമിൽ ഞാൻ താഴെ ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് ഖത്തർ എയർപോർട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി എയർപോർട്ട്. എന്തായാലും ഇവിടെ ഞാനിങ്ങനെ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ നന്നായിട്ട് തോന്നി ഇവിടുത്തെ എല്ലാ പെർഫ്യൂംസും അത്തറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി നെക്സ്റ്റ് ടൈം വരുന്ന ടൈമിൽ ഇവിടുന്നും നമുക്ക് എയർപോർട്ടിൽ നിന്നൊക്കെ മേടിക്കാം. ഞാൻ ഇപ്രാവശ്യം ഒന്നും മേടിച്ചിട്ടില്ല, പക്ഷേ നെക്സ്റ്റ് ടൈം ഒക്കെ എയർപോർട്ടിൽ നിന്ന് മേടിക്കാം എന്നെനിക്ക് തോന്നി കേട്ടോ. റേറ്റൊക്കെ ഓൾമോസ്റ്റ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊന്നും വലിയ കുഴപ്പമില്ല. നമ്മുടെ എയർപോർട്ടിൽ ഏത് എയർപോർട്ടിലായാലും ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ബോർഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് ഗേറ്റിലേക്ക് പോകണമെന്ന് അറിയണമെങ്കിൽ ഈ ബോർഡ് നോക്കിയാൽ മതി. അപ്പം ഞാൻ എൻ്റെ ഫ്ലൈറ്റിൻ്റെ നമ്പർ വെച്ചിട്ട് നോക്കുകയാണ്. അപ്പോൾ 4:45 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ഗേറ്റ് നമ്പർ അവർ 12:45 കാണിക്കുള്ളൂ. അപ്പോൾ ഇതുവരെയും കാണിച്ചിട്ടില്ല. ഇനിയും കുറച്ച് ടൈമുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് വിസിബിൾ ആവുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഹലോ, അപ്പം ഞാൻ ഖത്തറിൽ എത്തിയിട്ടുണ്ട്. രാവിലെ ഇൻട്രോ ഒന്നും എടുത്തില്ല. ഞാനായിട്ട് സംസാരിച്ചിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം രാവിലെ ഏർലി മോർണിംഗ് അങ്ങനെ എടുക്കാനൊന്നും തോന്നിയില്ല. പെട്ടെന്ന് തിരിച്ചു പോവുമല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഖത്തറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 4 മണിക്കൂർ 40 മിനിറ്റാണ് ലേ ഓവർ. ലണ്ടൻ ഹീത്രൂ രാത്രി 10 മണിയാകുമ്പോൾ എത്തും. അപ്പം ഇനി 4 മണിക്കൂർ 40 മിനിറ്റിൽ കുറച്ച് നേരം പോയിട്ട് ഓൾറെഡി ഒരു 1 ഹവറോളം പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം കൂടെ നടന്ന് അതിനുശേഷം ഗേറ്റ് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പോകാമെന്നാണ് വിചാരിക്കണേ. എന്തെങ്കിലും ഫുഡ് കഴിക്കണം തോന്നും. കാര്യമായിട്ട് വിശക്കണില്ല, പക്ഷേ ഇനി ഫ്ലൈറ്റിൽ കയറി ഫുഡൊക്കെ കഴിക്കുമ്പോഴേക്കും ഒരുപാട് നേരം ആവും. അപ്പം അതിനു മുമ്പ് ഇപ്പം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പം ഞാൻ ഫ്ലൈറ്റിൽ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചുല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം, കാരണം ഒരു 2-3 മണിക്കൂറായി തോന്നുന്നു ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പം ഇനിയും കുറേ മണിക്കൂറുകൾ കഴിഞ്ഞ ഭക്ഷണം വല്ലതും കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഐ ഈറ്റ് സംതിങ്. ഞാൻ എന്തെങ്കിലും എനിക്ക് പറ്റിയ നല്ല എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നോക്കി നടക്കുക. ഇവിടെ കൂടുതലും ഡിസേർട്സ് ആണ് കൂടുതൽ കാണുന്നത്, അതല്ലാണ്ട് കഴിക്കാനായിട്ട് അങ്ങനെ അന്ന് ഇറങ്ങിയ ഒരു ഭാഗത്ത് KFC ഒക്കെ ഉണ്ടായിരുന്നു, റാമനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നപ്പോൾ ഞാനൊരു ബർഗർ സ്പോട്ട് കണ്ടുപിടിച്ചു. അപ്പം എന്താ ഇവിടുന്ന് കഴിക്കാം, ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു വെജിറ്റബിൾ ബർഗറാണ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ഒരു വലുപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ആക്ച്വലി ഇത് ഭയങ്കര വലുതായിരുന്നു. ചീസൊക്കെ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഹെവി ആയിരുന്നു. എന്തായാലും കഴിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് നടക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ താഴേക്ക് ഈ ജംഗിൾ മോളിൽ നിന്ന് കണ്ടില്ലേ, അതിൻ്റെ അവിടെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താഴെ ഇറങ്ങി നടക്കുകയാണ്. നല്ല വൈബായിരുന്നു. എനിക്ക് ഒരു എയർപോർട്ടിലാണെന്ന് നമുക്ക് തോന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു മോളിലൊക്കെ വന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ സൈറ്റ് സീയിങ്ങിനൊക്കെ പോയിട്ട് ഒരു ജംഗിൾ ഏരിയ അങ്ങനത്തെയൊക്കെ കാണില്ലേ, ഒരു പാർക്ക്, അങ്ങനത്തെ ഒരു വൈബായിരുന്നു ഇതിനകത്ത്. മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാൻ നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ ഇറങ്ങിയ ഭാഗത്ത് അറൗണ്ട് ആ ഒരു ഏരിയയല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ഇത് എത്രത്തോളം വലുതാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു, കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിറങ്ങിയത് വേറെ എവിടെയോ ആണ്. മെട്രോ ഒക്കെ ഉണ്ട് എയർപോർട്ടിൽ. മെട്രോ മുകളിൽ കൂടെ പോകുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം അത്രയും വലിയ എയർപോർട്ടാണെന്നാണ് തോന്നുന്നത്. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ബോറടിക്കുമെന്ന് വിചാരിച്ചതാണ് ഞാൻ, പക്ഷേ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക്. നല്ല രസമുണ്ട്. എനിക്കിഷ്ടമാണ് വല്ലപ്പോഴും ഒക്കെ ഒറ്റയ്ക്ക് നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒറ്റയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. വളരെ രസമാണത്. ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു അത്തറും ഒരു പെർഫ്യൂമിൻ്റെ ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഗേറ്റിൻ്റെ അവിടേക്ക് പോകണം. അപ്പോൾ മെട്രോ എടുക്കണം എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. സോ മെട്രോ എൻ്റെ ഭാഗത്ത് ഞാൻ എത്തി. ഇപ്പോൾ ഇതാണ് ഒരു മെട്രോ സ്റ്റേഷൻ പോലെയൊക്കെ ഉണ്ട്. ഇതൊക്കെ എയർപോർട്ടിനകത്താണ്. എനിക്കിതൊക്കെ ആദ്യത്തെ അനുഭവമാണ്, അതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എയർപോർട്ടിനകത്ത് നമ്മൾ മെട്രോ കൂടെ ഒക്കെ പോകുന്നത്. എന്തായാലും നല്ല അടിപൊളി സെറ്റപ്പ് കേട്ടോ. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തി ഇറങ്ങി. ഇത്രയും നേരം ലേ ഓവർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത്യാവശ്യം നന്നായിട്ട് സാവധാനത്തിലെല്ലാം കണ്ട് നടക്കാനും എല്ലാം ഒന്ന് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാനും നമുക്ക് പറ്റിയ. എന്തായാലും ഞാൻ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഗേറ്റ് A3 ആണ്. സോ ഡയറക്ഷൻ നോക്കിയിട്ട് A3യുടെ അവിടേക്ക് നടക്കുകയാണ് ഞാൻ.
ഗേറ്റ് എത്തി, പിന്നെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ബോർഡിംഗ് കോൾ സ്റ്റാർട്ട് ചെയ്യണ വരെ. സോ കറക്റ്റ് ടൈമിങ്ങിന് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഫ്ലൈറ്റ് ഡിലേയും കാര്യങ്ങളൊന്നുമില്ല. ദോഹ ടൈമിംഗ് വൈകിട്ട് 4:45 നമ്മുടെ ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റ് ഒന്നും കൂടെ വലിയ ഫ്ലൈറ്റ് ആട്ടോ, കുറച്ചും കൂടെ സ്പേഷ്യസ് ആണ് കമ്പയർ ടു കൊച്ചി ടു ദോഹ ഫ്ലൈറ്റ്. ഈ ദോഹ ടു ലണ്ടൻ ഫ്ലൈറ്റാണ് കുറച്ചും കൂടെ അടിപൊളി. എന്തായാലും നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി സീറ്റൊക്കെ നോക്കി എല്ലാം റെഡി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ആദ്യം അവർ കുറച്ച് വെള്ളം തന്നിട്ടുണ്ട്, നല്ല തണുത്ത വെള്ളം. എന്തായാലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാറായി. ഡിന്നറിൻ്റെ ടൈം ആയപ്പോഴേക്കും മീൽസ് വന്നു. ഫുഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല. ലഞ്ച് പോലെ തന്നെ ഡിന്നറും സൂപ്പറായിരുന്നു. ഒരു പക്ഷേ ലഞ്ചിനേക്കാൾ എനിക്ക് കുറച്ചും കൂടെ ഡിന്നറാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഡീറ്റെയിൽഡ് ഷോർട്സ് ഇതിൻ്റെയും ചെയ്യേണ്ടത്, എല്ലാവരും കാണണം. പിന്നെ ഞാൻ രാത്രി സിനിമയൊക്കെ കണ്ടു. സിനിമ ഏതാ മനസ്സിലായി കാണുമല്ലോ, എൻ്റെ പഴയ ഫേവറേറ്റ് മൂവിയാണ് DDLJ. പടമൊക്കെ കണ്ട് ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയതിന് ശേഷം എണീറ്റപ്പോൾ നമ്മളിതേ ലണ്ടനിൽ എത്താറായെന്ന് മനസ്സിലായി. ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ. പറഞ്ഞു തീർന്നില്ല, ലണ്ടൻ എത്തി. UK ടൈമിംഗ് രാത്രി 10 മണിക്കാണ് നമ്മൾ ലണ്ടനിൽ എത്തിയത്. ഇപ്പം സമ്മർ ആയതുകൊണ്ടാണ് രാത്രി 10 മണിക്കും ഈ വെളിച്ചം. കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ സൺസെറ്റ് ആവും. എനിക്ക് സമ്മറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്, വളരെ ലേറ്റായിട്ടേ സൺസെറ്റ് നടക്കാറുള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സമ്മറിൽ. എന്തായാലും ഇപ്പോൾ ഇന്ത്യൻ ടൈമിംഗ് ഏകദേശം ഒരു 2:30 മണിയായിട്ടുണ്ടാവും പുലർച്ചെ നെക്സ്റ്റ് ഡേ. ഇവിടെ UK 10 മണിയും രാത്രി. 4.5 മണിക്കൂർ ടൈം ഡിഫറൻസ് ആണ് UK-യും ഇന്ത്യയായിട്ടുള്ളത്. അങ്ങനെ കൃത്യം 10 മണിക്ക് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയത് എല്ലാവരും വേഗം ഓടുകയാണ് കേട്ടോ ഇമിഗ്രേഷൻ്റെ അവിടേക്ക്. എന്തായാലും പെട്ടെന്ന് കാര്യം കഴിഞ്ഞു, തിരക്കൊന്നും അധികം ഉണ്ടായില്ല. പിന്നെ ഞാൻ എൻ്റെ ബാഗേജ് കളക്ട് ചെയ്തു. ഈ ഒരു പിങ്ക് റിബൺ ഉള്ളത് കൊണ്ട് തന്നെ ബാഗേജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ടാഗ് വെക്കണം, കാരണം നമുക്ക് ഈസി അല്ല ബാഗേജ് കണ്ടുപിടിക്കാനായിട്ട്. എന്തെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ വെക്കണം. പിന്നെ ക്ലിയർ ആയിട്ട് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഒരേ കളറിലും സൈസിലുള്ള പല പെട്ടികളും ഉണ്ടാവും. സോ ഇനി നമുക്ക് ജില്ലിങ്ങമ്മിലേക്ക് പോകണം, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ട്രെയിനും പിന്നെ ഊബറിലാണ് നമ്മൾ പോയത്. ഏകദേശം ഒരു 2.5 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു. ഞാൻ സൂപ്പർ ടയേർഡായിരുന്നു, കാരണം ഞാൻ വീടെത്തിയപ്പോൾ ഏകദേശം രാത്രി 1:30 മണിയായി. അപ്പോൾ ഇന്ത്യയിൽ രാവിലെ 5 മണിയായിട്ടുണ്ട്. ഞാൻ തലേ ദിവസം രാവിലെ 5 മണിക്ക് എണീറ്റതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എഗെയിൻ നെക്സ്റ്റ് ഡേ 5 മണിയായി. അപ്പോൾ ആലോചിച്ച് മനസ്സിലാവും, ഒരു 24 hours-ആയി ഒരു യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ അത്രയും ടയേർഡാവും. ഫ്ലൈറ്റിൽ നമുക്ക് ഉറങ്ങാനൊക്കെ പറ്റുമെങ്കിലും വളരെ സുഖമായിട്ടുള്ള ഉറക്കമൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, റൂമിലൊക്കെ സേഫായിട്ട് എത്തി. സോ അടുത്തത് വളരെ ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് ഞാൻ വരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.